ഒരു ദിവസത്തേക്ക് $25 കൊടുക്കും. $25. ഇവിടുത്തെ ബസ്സുകൾ കണ്ടോ നിങ്ങൾ? ഇന്ത്യൻ്റെ 10 റുപ്യേ ഉള്ളൂ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കയറിയാൽ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങാൻ. ഉസ്ബെക്കിസ്ഥാനിൽ എന്ത് കൾച്ചറലായിട്ട് ട്രഡീഷണലായിട്ട് എന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഉസ്ബെക്കിസ്ഥാനാണ്. പൊതുവെ ഇവിടുത്തെ സിറ്റികളിൽ കാണുമ്പം ഇവിടെ ഫെസിലിറ്റീസ് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ ആൾക്കാരെ ഡ്രസ് കോഡ്, ലൈഫ് സ്റ്റൈല് ഒക്കെ ഒരു നമുക്ക് റിച്ച്നെസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യാണ്. ഇവിടുന്ന് ഇന്നത്തെ വെക്കേറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് കാർ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. എവിടെ ഹോട്ടലിൽ നിൽക്കുക എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അപ്പം അത് നോക്കിയിട്ടേ എടുക്കുള്ളൂ. ചിലപ്പോൾ ട്രാവലിലാണ്, കാറിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മളെ കൂടെ എൻ്റെ സിംഗറായ ഗൈഡ് കൂടെ ഉണ്ട്. അവരെ കൂടി കൂട്ടിയിട്ട് എല്ലാ പ്ലേസിലും ഒന്ന് കറങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം നമുക്ക് കാണാം. ഇവിടെ താഷ്കൻഡിൽ വരുമ്പോൾ ഇത് ഹോട്ടൽ നല്ല ഹോട്ടലാണ്. ഇസ എന്നുള്ളതിൻ്റെ മോളെ പേരായതുകൊണ്ട് ഞാൻ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്തെന്നുള്ളൂ. പക്ഷെ നല്ല ഹോട്ടലാണ്, കുഴപ്പമൊന്നുമില്ല. 4 സ്റ്റാറാണ്. ഓക്കെ, ഇതാണ് റെൻറ്റിനെടുത്ത വണ്ടി. ഒരു ദിവസത്തേക്ക് $25 കൊടുക്കും. $25. അതായത് നമ്മൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല. $25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ 2000 റുപ്യ അങ്ങനെ എന്തോ വന്നു ഫുള്ള്. അതിൽ പെട്രോൾ അടക്കം അവർ തരുന്നുണ്ട്. ഇവിടെ പെട്രോളിന് വില 45 രൂപയുടെ വരുള്ളൂ നാട്ടിലത്തെ, അതിൽ കുറവാണ്. അപ്പോൾ പെട്രോൾ അടക്കം എനിക്ക് കിട്ടിയ അതൊരു കെയർ ഓഫിൽ കിട്ടിയതാണ്, എൻ്റെ ഗൈഡിൻ്റെ കെയർ ഓഫിൽ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇത് ചൈനയിലെ വണ്ടിയാണ്, ഭയങ്കര ഫേമസ് ആണ്. വലിയ വണ്ടി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു സെഡാൻ കാറാണ്. അപ്പം ഇതുമായിട്ടാണ് നമ്മളെ കറക്കം. ഇനി ഇത് നമ്മളെ ഗൈഡ് ദീന സിംഗർ. ഇവിടെ മെയിൻലി ഇവിടുത്തെ ചാവർലെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മളെ ചാവർലെറ്റ് കമ്പനി ഇല്ലേ, നമ്മളെ നാട്ടിൽ നിന്ന് പോയ ആ കമ്പനിയാണ് ഇവിടെ. ഇവിടെ അതിൻ്റെ ഫാക്ടറി ഉണ്ട്, കൊളാബറേഷൻ ഉണ്ട്. ഇവിടുത്തെ ഭരണാധികാരിയുമായിട്ട് അതിന് ഇത് ചെറിയിട്ടോ നമ്മൾ പറഞ്ഞ ചൈനൻ്റെ വണ്ടി. ഇവിടുത്തെ ഭരണാധികാരി അതിൽ പാർട്ട്ണറാണ്. ആൾക്ക് കൊളാബറേറ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് വർഷങ്ങളായി. അപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടി അധികവും ഇവിടെ ചാവർലെറ്റാണ് ഫുള്ള്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ കാര്യം പറഞ്ഞാൽ അത് ചാവർലെറ്റ് എന്നാണ്. നമ്മളവിടെ മാരുതി ഒക്കെ ഉള്ളതുപോലെ എല്ലാ സ്ഥലത്തും സർവീസ് സെൻറ്റർ, എല്ലാ സ്ഥലത്തും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് അതിൻ്റെ ഫെസിലിറ്റി ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും നിങ്ങൾ അധികവും നോക്കിയാൽ ചാവർലെറ്റൊക്കെയാണ്. ഞാനൊരു റെയറായിട്ട് ഡിഫറെൻ്റ് ഒരു വണ്ടി എടുത്തെന്ന് മാത്രം. ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ, ഇപ്പം ഭയങ്കര ചൂടാണ്. ഇവിടെ മുമ്പ് ഗൾഫിലുള്ളതുപോലെ ഹൈവേ, ഇവിടെ വലിയ ഹൈവേ ആണിത് സിറ്റിയിലെ. പക്ഷേ ഇങ്ങനെ ക്രോസ് ചെയ്യാനുള്ള കട്ടിങ്ങുകളുണ്ട്. ഇത് നമ്മൾ കുവൈത്തിലും അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു ഇതേപോലെ. അപ്പോൾ അതിൻ്റെ ഒരു അതേ രീതിയിലുള്ള ഒരു കാര്യം. കാരണം ഇവിടെ റഷ് അത്രത്തോളം ഇല്ല സിറ്റിക്ക്, നല്ല വിശാലതയാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ ഇല്ല. ഇവിടെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സിറ്റി പ്ലാനിങ് തന്നെയാണ് ഇവിടെ ഇപ്പം നിലനിൽക്കുന്നത്. അതിൽ ഇവർ കുറച്ച് ഡെവലപ്പ് ചെയ്തെന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ടൂറിസം ഓപ്പൺ ആയതോട് കൂടിയിട്ട് ഒരുപാട് രാജ്യക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇനി ഉസ്ബെക്കിസ്ഥാൻ ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷനായി അറിയപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. ഇവിടുത്തെ ബസ്സുകൾ കണ്ടോ നിങ്ങൾ? ഇന്ത്യൻ്റെ 10 റുപ്യേ ഉള്ളൂ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കയറിയാൽ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങാൻ. അതിന് പ്രത്യേകിച്ച് കൂടുതൽ പൈസ അല്ലെങ്കിൽ ഓരോ സ്റ്റോപ്പിന് എത്ര പൈസ അല്ല, മിനിമം 10, ഒറ്റ അവസാനിക്കുന്നത് വരെ 10. അപ്പം ഇന്ന് മുതൽ നമ്മൾ ഇവിടുത്തെ സിറ്റി, താഷ്കൻഡ് സിറ്റി, മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള എപ്പിസോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക. വെൽക്കം താഷ്കൻഡ്, ഉസ്ബെക്കിസ്ഥാൻ. എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ സിറ്റി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത് വിശാലമായ സിറ്റിയാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടൈപ്പിലുള്ള ഡെവലപ്മെന്റ് അല്ല. അപ്പം നമ്മൾ അംബാസഡർ കാറും മാരുതി കാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? വിശാലമായിട്ട് വലിയ സൗകര്യമുള്ള നല്ല ഉറപ്പുള്ള ഒരു കാറ്. അതേപോലെ മാരുതി കാറ് നമ്മൾ നല്ല ഭംഗിയായിരിക്കും, ക്യൂട്ടായിരിക്കും, പക്ഷെ അതിന് സേഫ്റ്റി കുറവ്. ആ രീതിയാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. കൂടാതെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെയുള്ള നമ്മൾ ഏത് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാലും, സോവിയറ്റ് യൂണിയനിലെ അന്നത്തെ റഷ്യ ആയാലും ഒക്കെ തന്നെ നോക്കിയാൽ ഈ മരങ്ങൾ സൈഡിലൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഇവർ സിറ്റി ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും, ഡ്രൈ ആയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഇവിടെ മരങ്ങൾ ഇവർ റോഡിൻ്റെ സൈഡുകളിൽ ഫിറ്റ് ചെയ്യും. അത് ഞാൻ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതാണ്. എല്ലാ ചെറിയ റോഡുകൾക്ക് പോലും ഇതേപോലത്തെ പൈൻ മരങ്ങളും മറ്റു മരങ്ങളും സൈഡിലുണ്ട്.
ഈ പേരുകൾ ശ്രദ്ധിച്ചോ, അൽഗോരിതം. ഈ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാത്സ് പോലെ ഒരു കാൽക്കുലേഷൻ ആണല്ലോ, അറിയാലോ. അപ്പം അതിൻ്റെ പേരെന്തുകൊണ്ടാണ് അത് ഇട്ട് ബിൽഡിങ്ങിനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചെക്ക് ചെയ്തിട്ടെ. അൽഗോരിതം. ഓരോ സംശയങ്ങൾ ചോദിക്കാം. ഭാഷ കേട്ടില്ല നിങ്ങൾ? ഇതിൽ തുർക്കിഷ് ഭാഷയായിട്ട് ഭയങ്കര ടച്ചാണ്. കുറച്ച് തുർക്കിഷ് ഭാഷ, കുറച്ച് അറബിക്കുമായിട്ട് ടച്ചാണ്. ഇത് തുർക്കിഷ് ഭാഷയായിട്ടുള്ള ടച്ചിലാണ്. കുറച്ച് റഷ്യൻ ഭാഷയാണ്. അപ്പോൾ രണ്ട് വേർഡുകളാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ പഠിച്ചത്. വെൽക്കത്തിന് ഖുഷ് ഖലേബിസ്, ഖുഷ് ഖലേബ്സിസ്. അത് ഖുഷ് ഖലേബ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം. അതേപോലെ താങ്ക് യു എന്ന് പറയുന്നതിന് പകരം റഹ്മത്ത്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ താങ്ക് യു. അതിപ്പോൾ നമ്മൾ അറബിക്കുമായിട്ട് ടച്ചുള്ള വേർഡാണത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റഹ്മത്തും ബർക്കത്തും കിട്ടുക പറയുന്നത് പോലുള്ള ഒരു റഹ്മത്ത് എന്ന് പറയുന്നത് താങ്ക് യു. അപ്പോൾ രണ്ട് വേർഡ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. ഇനി നമ്മൾ പോകെ പോകെ അത്യാവശ്യമുള്ള വേർഡ്സ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പഠിച്ചാളാം നമുക്ക്. പൊതുവേ ഇവിടുത്തെ സിറ്റികളിൽ കാണുമ്പം ഇവിടെ ഫെസിലിറ്റീസ് എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ആൾക്കാരെ ഡ്രസ് കോഡ്, ലൈഫ് സ്റ്റൈല് ഒക്കെ ഒരു നമുക്ക് റിച്ച്നെസ് ഫീൽ ചെയ്യുന്നില്ല. ആൾക്കാർ കോട്ടും ടൈയൊക്കെ ഇട്ട് നടക്കൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അതേമാതിരി കുളി കുറവുണ്ടോ ഇവർക്കുന്നൊരു സംശയം എനിക്ക് തോന്നിയതാണ്. കാരണം ആരും ഫാഷനബിൾ എല്ലാം തോന്നും. കൂടുതൽ നല്ല ഡ്രസ്സൊക്കെ കാണുന്നുണ്ട്. ഒരു കളർഫുൾ ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക. ആൾക്കാരെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ഉഷാറ് കിട്ടുന്നില്ല. അടുത്തതിൽ നോക്കാം നമുക്ക്. ഇതാണ് ബസ് സർവീസ് ഇവിടുത്തെ. ഇവിടെ തന്നെ ഉണ്ടാകുന്ന കൊളാബറേറ്ററിൽ ഉണ്ടാക്കുന്ന ബസ്സിൻ്റെ ആണ് ഇവിടെ. ഈ ബസ്സിലാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ എല്ലാ സ്ഥലത്തേക്കും ബസ്സുകളാണ്. ലോക്കൽ സർവീസ്, പബ്ലിക് സർവീസ് അടിപൊളിയാണ്. ഇനി മെട്രോ ഉണ്ട് നമുക്ക്, പിന്നെ ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ട്, ഇനി മറ്റേ ബുള്ളറ്റ് ട്രെയിൻ, അതൊക്കെ നമുക്ക് പോകണം. ഓക്കെ, നല്ല റിച്ച് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് റിച്ച്നെസ് ഫീൽ ചെയ്യും. ഇവിടെ വേറൊരു ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. നമ്മളെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. നമുക്കൊരു പ്രധാനമന്ത്രിയെ വിദേശത്ത് വെച്ച് മരിച്ചിട്ടുള്ളൂ. അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഈ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ടാണ്. അന്ന് ഇത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. 1965 പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത്, അത് 1966 ജനുവരി 10 ആണ് അതിൻ്റെ കോംപ്രമൈസ് സൈൻ ചെയ്തത്. അപ്പം അത് സൈനിങ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ചായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കോംപ്രമൈസ് സൈൻ ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ വരികയും ഇവിടെ വെച്ച് അത് ജനുവരി 10 1966 ജനുവരി 10 അത് ഇവിടുന്ന് സൈൻ ചെയ്യുകയും ചെയ്തു കോംപ്രമൈസ്. അന്ന് രാത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി 11 ഇവിടുന്ന് തിരിച്ച് പോകേണ്ട സംഗതിയായിരുന്നു. അങ്ങനെ ആ ഡേയിലാണ് ഇവിടെ നിന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചത്. അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് ഇന്ത്യക്കാർക്ക് ഉസ്ബെക്കിസ്ഥാനുമായിട്ടുണ്ട്. ഇവിടുത്തെ ചരിത്രങ്ങൾ AD 800 കാലഘട്ടത്തിൽ ചെങ്കിസ് ഖാൻ എല്ലാ നമ്മുടെ ഭാഗങ്ങളും ഇവിടെയും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ഒക്കെ വെട്ടിപ്പിടിച്ച് യൂറോപ്പ് വരെ എത്തിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ചെങ്കിസ് ഖാൻ്റെതും അതിനുശേഷം 1200കളിൽ നമ്മളെ തുർക്ക്മനിൽ നിന്നും തിമൂറും ഭരണങ്ങൾ, ഈ രണ്ട് രാജവംശ ഭരണങ്ങളാണ് തുർക്ക്മനിസ്ഥാൻ്റെ പ്രധാന ഭാഗങ്ങൾ. അന്ന് തുർക്ക്മനിസ്ഥാൻ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട തുർക്ക്മനിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസക്കിസ്ഥാൻ എല്ലാവരും ഉൾപ്പെട്ട ഒരു വലിയ പ്രദേശമാണ് ഇവർ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1526 മുതൽ 1530 വരെ നമ്മളെ അവിടെ ഉത്തരേന്ത്യയിൽ ഭരിച്ചിരുന്ന മുഗൾ സാമ്രാജ്യം, അതിൻ്റെ ഫസ്റ്റ് രാജാവാണ് നമ്മളെ ബാബർ. ബാബർ വന്നത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ്, അറിയാലോ. അപ്പം ബാബർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും നമ്മുടെ അവിടെ വന്നു. അവിടെ ഭരണം 1426 to 30 ഭരിച്ച കാലഘട്ടം, 1500 അപ്പം ആ കാലഘട്ടത്തിൽ വന്നത് ഇവിടെ നിന്നാണ്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം വന്നത്. മുഗൾ സാമ്രാജ്യം തുടങ്ങുന്നത് ബാബറിലൂടെയും അത് വന്നത് ഇവിടെ നിന്നുമാണ്.
ബാബർ ജനിച്ചത് തിമൂർ എന്ന് പറഞ്ഞ ഫാദറിൻ്റെ ഭാഗം. ബാബറിൻ്റെ ഫാദർ തിമൂർ ഫാമിലിയും മദർ ചിങ്കിസ് ഖാൻ എന്ന് പറഞ്ഞ ഭരണ വംശത്തിൻ്റെ പിന്തുടർച്ചക്കാരുമായിരുന്നു. അങ്ങനെയാണ് ബാബർ ജനിക്കുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ഡ്രൈവർ, നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഡ്രൈവറായിട്ട് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ബാബറിനെ പറ്റിയിട്ട് ഹിസ്റ്ററി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ ബാബർ അവിടെ ഉണ്ടാക്കിയ പള്ളി പൊളിച്ചല്ലോ, അവിടെ ഇവർക്ക് ഹിന്ദു എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല, ഇവർക്ക് മനസ്സിലാവുന്നത് ബുദ്ധ എന്നാണ്. അപ്പോൾ അവിടെ പെരുന്നാളിനും പിന്നെ വെള്ളിയാഴ്ചകളിലൊക്കെ ബുദ്ധയും മുസ്ലിമും തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെയാണ്. കാരണം അത് ഇപ്പം സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ ഇത്തരം ഹിന്ദുത്വ വിഷയങ്ങളിൽ ഇത് വരുമ്പം ഡൽഹി അതുപോലത്തെ ഭാഗങ്ങളിൽ നിന്നും ഉത്തരേന്ത്യ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം വിഷയങ്ങൾ വരുന്നത് ഇവർ കാണുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ നാട്ടിലൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അത് ചില ഭാഗങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന റെയർ വിഷയങ്ങളാണ്. അതൊക്കെ റൂൾസായിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞു. പള്ളി പൊളിച്ചതിനെ പറ്റിയിട്ട് ഇവർ പറയുന്നു വളരെ ബാഡായ ഒരു സംഗതിയാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്തരം ചരിത്രങ്ങൾ നശിപ്പിക്കുമ്പം അത് നടപ്പിലായ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ കൂടി ചിന്തിച്ചിട്ട് വേണ്ടിയിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞു. ഇപ്പം ഇത്തരം വിഷയങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂം ആ ഹിസ്റ്ററീൻ്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാവും. ഇത് ഇവിടുത്തെ താഷ്കെൻഡിലെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഫുട്ബോളിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. വലിയ ഒരു സ്റ്റേഡിയം തന്നെയാണ്. താഷ്കെൻഡ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം വരുന്ന തൊട്ടടുത്തുള്ള ഭാഗമാണിത്. ഇത് ഇവിടുത്തെ കുട്ടികളെ കളിക്കുന്നതും എല്ലാത്തിൻ്റെയും ഒരു ശരിക്കും വലിയൊരു പാർക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്കാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ ഗെയിമുകളും കുറേ ഏരിയകളുണ്ട്, എല്ലാ ഗെയിമുകളും ഉണ്ട്. ഒരു കണ്ടില്ല, ഞാൻ മരത്തിൻ്റെ പറഞ്ഞു കേട്ടില്ല, സൈഡുകളിൽ ഈ പൈൻ മരം പോലത്തെ മരങ്ങൾ എല്ലാ റോഡുകളിലും ഉണ്ട്. പിന്നെ വിശാലമായ റോഡാണ്. നോർമൽ റോഡ് പോലും 3 ട്രാക്കും 2 ട്രാക്ക് കുറഞ്ഞ റോഡേ ഇല്ല. ചെറിയ റോഡ് പോലും 2 ട്രാക്കാണ്, 3-4 ട്രാക്കാണ്. പക്ഷെ അത്രത്തോളം റഷ് ഒന്നും ഇവിടുത്തെ സിറ്റിക്ക് ഇല്ലതാണ്. നമുക്ക് ഒരു റിലാക്സ് ആയിട്ട് കൺജസ്റ്റഡ് ഇല്ലാതെ ജീവിക്കാനും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നാട്, എന്നാൽ ചീപ്പും ബെസ്റ്റുമാണ്. ശരിക്കും നമ്മൾ മുമ്പത്തെ സൗദിയിലെ ഉൾഭാഗങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോകുന്നത് പോലെ സൗദിയിലെ റിയാദ് സിറ്റിയൊക്കെ മുമ്പ് ഇങ്ങനെ ആയിരുന്നു, ജിദ്ദയൊക്കെ. അതേപോലെ നമ്മളെ അബുദാബി അങ്ങനത്തെ സ്ഥലങ്ങൾ, ഷാർജ ഒക്കെ ഇതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയിരുന്നത്. കാരണം ആ രീതിയാണ് ഇവിടെ ഒന്ന് ഈ ഡെവലപ്പ് ആകുമ്പോൾ അതുപോലെ ഗൾഫ് പോയിട്ട് ആവുന്ന രീതിയിലായിരിക്കാം ഇതിൻ്റെ റോഡ് സിസ്റ്റം ഒക്കെ. അങ്ങനെയാണ്. വലിയൊരു പള്ളി കാണുന്നുണ്ട്, വലിയൊരു പള്ളി സിറ്റീൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ടൈമിങ്, നിസ്കാരത്തിൻ്റെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. നൗസ മസ്ജിദ്, ഇത് പ്രസിഡന്റിന്റെ പാർലമെന്റ് നടക്കുന്ന സ്ഥലമാണ്. ഒലി മജ്ലിസ് എന്നാണ് അതിന്റെ പേര് ഇവരുടെ ഭാഷയിൽ, ഒലി മജ്ലിസ്. അപ്പൊ ഇവിടെയാണ് ഇവര് മിനിസ്ട്രീന്റെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന സ്ഥലം. ഇതുപോലത്തെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി. ഇവിടെ കൺസ്ട്രക്ഷനിലുള്ള ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ നോർമലായിട്ട് ഒരു ബിൽഡിങ്ങും ഇല്ല, പണ്ട് മുതലേ ഇല്ല, ഇപ്പം വരുന്നതുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളുള്ള ബിൽഡിങ്സ് ആണ് വരുന്നത് പുതിയത്. പഴയ സ്ട്രക്ചർ, പഴയ ഒരു ആർക്കിടെക്ട് രീതി അല്ല എന്ന് മാത്രം ഇപ്പൊ വരുന്നത്. ഇപ്പൊ പുതിയ ആർക്കിടെക്റ്റ് ആണ്. പക്ഷെ പണ്ടത്തേത് ശരിക്കും നമ്മളെ മുഗൾ സാമ്രാജ്യത്തിന്റെ എന്താണോ നമ്മളെ നാട്ടിലുള്ളത് അതിന്റെ ഒന്നുകൂടി ഉഷാറായിട്ടുള്ളതാണ് പഴയ കൺസ്ട്രക്ഷൻസ്. അത് നമുക്ക് സമർഖാന്ദിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഗതികളുണ്ട് വീഡിയോ എടുക്കാൻ. അത് നമുക്ക് പിന്നാലെ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചരിത്രം. ഇത് നമ്മളെ ഇവിടുത്തെ പാർലമെന്റിന്റെ മറ്റൊരു വശമാണ്. കൊടിയൊക്കെ കണ്ടില്ലേ, ഡബിൾ ബസ്സാണ് ക്രോസ് ആയത്. അപ്പോൾ ഇതെനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല അവിടെ ഇറങ്ങിയെടുക്കാൻ. ഐ ലവ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ വലിയ കൊടി അതാണ്. പാർലമെന്റിന്റെ മറ്റൊരു മജ്ലിസിന്റെ ഭാഗമാണിത്. ഫുള്ള് വലിയ ഗാർഡനൊക്കെ ആയിട്ട്. ഇത് ശരിക്കും ആ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള റഷ്യൻസിന്റെ ഈ സ്റ്റൈൽ തന്നെയാണ്. ഇവര് മൊത്തത്തിലുള്ള സ്റ്റൈലാണ്. വലിയ ഗാർഡന്, നല്ല സൗകര്യങ്ങൾ, വിശാലമായിട്ടാണ് എല്ലാം ഉണ്ടാവുക. എവിടെയും നിർത്താൻ പാടില്ല എന്നുള്ള ബോർഡ് ഉള്ളതുകൊണ്ട് ഇവിടെ എവിടെയും നിർത്താൻ പറ്റുന്നില്ല. നോക്കട്ടെ എവിടെ നിർത്തിയിട്ട് വരാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് ഫ്രീഡം സ്ക്വയർ ആണ്. ഫ്രീഡം സ്ക്വയർ ആണ്. ഇവിടെ കണ്ടില്ല, വലിയ വിശാലമായ ഗാർഡൻ, ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രീഡം സ്ക്വയർ ആണ്. നമുക്ക് ഇവിടെയൊക്കെ കടക്കാനുള്ള ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ എനിക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. സുർഷിദ് റസുലോവ് ആളെ പേരാണ്. അവിടെ ഇതെന്തിൻ്റെ ടിക്കറ്റാണ് ഇവിടെ ഉള്ളത്.
കാണാൻ പോകാനുള്ളത്. ഇപ്പം ഫ്രീഡം സ്ക്വയറിൽ നമുക്ക് കാണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് അവിടുത്തെ സെക്യൂരിറ്റിയാണ്. അസ്സലാമു അലൈക്കും. ഇത് അതിൻ്റെ ബിൽഡിങ് ഇതാണ്. ഇതിൻ്റെ ഫ്ലാഗ് ഇതാ, വലിയ ഫ്ലാഗ് ഇവിടെയുള്ള ഫ്രീഡം സ്ക്വയറാണ്. ഇത്രയും വിശാലമായത് സിറ്റീൻ്റെ നടുവിലാട്ടോ. ഇത്രയും വിശാലമായിട്ടുള്ള സംഗതികളാണ്. ഇത് എന്തിനാണ് ടിക്കറ്റ് നറുക്ക് എടുക്കുന്നത്? 1,024,000 ചോദിച്ചാൽ എൻ്റെ മനസ്സിലാവുമെന്നറിയില്ല. അപ്പം ചോദിച്ചേക്കാം എന്തിനുള്ള ടിക്കറ്റാണ്. ടിക്കറ്റ് ഉസ്ബെക്കിസ്ഥാൻ. നമ്മൾ തിയേറ്ററൊക്കെ പോലെ ഇവിടെ മ്യൂസിക് നടക്കുന്നുണ്ട്. ഇവിടെ ഫ്രീഡം സ്ക്വയറിൽ ഇവരെ കൾച്ചറിൻ്റെ ടിക്കറ്റ്, അതിനുള്ള ടിക്കറ്റാണിത്. അപ്പം ഞാൻ അവിടെ വണ്ടി സൈഡാക്കി പോകുന്നതാണ്. അപ്പം ഇപ്പം തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതാണ് ഫ്രീഡം സ്ക്വയർ കേട്ടോ. സിറ്റീൻ്റെ മെയിൻ ഭാഗങ്ങളാണ്, മെയിൻ ഹാർട്ട് ഓഫ് സിറ്റി. അതിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മെയിനായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ്. ഇവിടെ ഫ്രീഡമായിട്ട് ഇവരെ ട്രഡീഷണലായിട്ട് വരുന്ന പല സംഗതികളും പ്രോഗ്രാംസും ഒക്കെ വരും ഇവിടെ വെച്ചിട്ടാണ് നടക്കുക. ഈ കാറ് കണ്ടങ്ങൾ പഴയ ഈ കാറാണ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് എല്ലാ ഇതിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാറാണ്. അതിപ്പോഴും ഇവിടെ ഉണ്ട്. പെപ്സിൻ്റെ കവാടാണ്. ഇവിടെ മാജിക് സിറ്റിയാണ്. മാജിക് സിറ്റിയിലേക്ക് പെപ്സിൻ്റെ സ്പോൺസർ കവാടാണ്. അപ്പം താഷ്കണ്ടിൽ വരുമ്പം മാജിക് സിറ്റി ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഇതൊക്കെ റഷ്യൻ ഉസ്ബെക്ക് ഭാഷയിലുള്ളതാട്ടോ ബോർഡുകളൊക്കെ. ഇതാണ്. അപ്പം നമ്മൾ മാജിക് സിറ്റിയിലേക്ക് പോവുകയാണ്. ഞാൻ ബോർഡൊന്ന് നോക്കട്ടെ. ഹായ്, മാജിക് സിറ്റി. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ് കേട്ടോ. ഇമാസോ. അപ്പം എനിക്ക് തോന്നുന്നത് പെപ്സിയാണ് ഫുള്ള് സ്പോൺസർ എന്ന് തോന്നുന്നു. അതുകൊണ്ട് പെപ്സിൻ്റെ ലോഗോവും എല്ലാം കൂടി നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ടിക്കറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട് കിടക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും, അതാണ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് മാജിക് സിറ്റിയിലേക്ക് ഇറങ്ങി. അപ്പം മാജിക് സിറ്റീൻ്റെ ഒരു വ്യൂ ആണിത്. നമ്മൾ കടന്നോടുമ്പോൾ ഇത് രാത്രികളിൽ ഈ ലൈറ്റ് ശരിക്കും കത്തുന്നുണ്ടാവും. അപ്പോൾ രാത്രി വരാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഇല്ലെങ്കിൽ ഇതാണ് മാജിക് സിറ്റി. ഫ്രീ എൻട്രി ആണ്, ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് ഞാൻ കാണിക്കാം. ഓക്കെ, നോക്കട്ടെ. മാജിക് സിറ്റി എന്നാണ് ഇവർ പേരിട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു മാജിക് സിറ്റി അല്ല, അതൊരു നമ്മൾ യൂറോപ്പിലൊക്കെ പോലെ തന്നെ വാക്കിംഗ് സ്ട്രീറ്റ് ഇല്ലേ, വാക്കിംഗ് സ്ട്രീറ്റാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത്. നല്ല നല്ല ബ്രാൻഡ് ഷോറൂംസുകളും കാര്യങ്ങളൊക്കെ. എന്താ ഭംഗിയില്ലേ, ഭയങ്കര ആർക്കിടെക്ട്സാണ്, ഭയങ്കര രസമുള്ള പെയിൻറ്റിങ്ങും ഈ കൺസ്ട്രക്ഷനും ഒക്കെ തന്നെ ഒരു ഭയങ്കര പ്രത്യേകത. അതിൻ്റെ അകത്ത് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയ പെപ്സീൻ്റെ നല്ല ഭംഗിയിലൊക്കെയാണ് വെച്ചത് ഡെക്കറേഷന്. പക്ഷെ ആ പെപ്സീൻ്റെ അതിലേക്ക് വന്നോട് കൂടിയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തറവാടിത്തം എന്ന് പറയുന്ന സാധനം പോയി. പെപ്സി എപ്പോഴും നമ്മൾ ആ രീതിയിലാണല്ലോ പെപ്സീനെ നമ്മൾ കാണുന്നത്. എന്താ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയകളാട്ടോ ഇത്. ഇത് ശരിക്കും ഇപ്പോഴായിരിക്കുമല്ലോ, ഇതിൻ്റെ രാത്രി ആയിരിക്കും ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡിനൊക്കെ ഇവിടെ അതിൻ്റെ സൗകര്യങ്ങളും ഫുഡൊക്കെ എന്താ ഭംഗിയില്ലേ. ഇത് പുതിയത് ഉണ്ടാക്കിയതാട്ടോ, പുതിയതാണിത് ഇവിടുത്തെ. അപ്പോൾ ആൾക്കാർ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വരേണ്ടതാണ്. കൺസ്ട്രക്ഷനൊക്കെ കണ്ടങ്ങൾ വളരെ ഉഷാറായിട്ടുണ്ട്. സ്വീറ്റ് സ്റ്റോർ, മാജിക് ഡ്രിങ്ക്സ്, മാജിക് ആയിട്ടാണ് കളി. കാർണിവൽസൊക്കെ ഉണ്ട്. ഇനി അവിടെ ഈ കാണുന്നതാണെന്ന് തോന്നുന്നു അതിൻ്റെ എൻട്രി പോയിന്റ്. നോക്കട്ടെ. ഓ, ഇത് നമ്മളെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളത്, നമ്മളെ വാട്ടർഫോൾസിൻ്റെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സംഗതികളാണ്. ഇത് ഈവനിങ്ങിൽ തന്നെ വരണം ശരിക്കും കാണുമെങ്കിൽ. വാട്ടർ ഡാൻസിൻ്റെ കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ സെറ്റിങ് കണ്ട നിങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് മാജിക് ഇതെന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈവനിങ്ങിൽ വരാൻ പറ്റുമെന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഈവനിങ്ങിൽ വന്നിട്ട് നമുക്കൊന്ന് എടുക്കാം. എന്താ ഭംഗിയില്ലേ ഫുള്ള്. അപ്പം താഷ്കണ്ടിൽ വരുന്നതിൽ ഇതൊരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു പകുതി ഡേ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. കഴിയുന്നതും മാജിക് പാർക്ക് എന്ന് പറയുന്ന ബോർഡ് കണ്ടില്ലേ, സിറ്റിൻ്റെ മെയിൻ അകത്ത് തന്നെയാണ്. അപ്പോൾ ഒരു പകുതി, അതായത് ആഫ്റ്റർനൂണിന് ശേഷം ഈവനിങ്ങിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഇവിടുത്തെ കുറച്ച് കളർഫുൾ സംഗതികളും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലം.
മാജിക് സിറ്റി ഉസ്ബെക്കിസ്ഥാൻ താഷ്കന്റ്. എല്ലാവരും വന്ന് കാണാം. ഫുള്ള് പെപ്സി തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും പെപ്സിൻ്റെ കൗണ്ടറുകളും അതിൻ്റെ കാര്യങ്ങളുമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഇതാണ് ശരിക്ക് ഉസ്ബെക്കിസ്ഥാൻ്റെ ബേസിക് അടയാളം. അറിയാലോ, നമ്മൾ ഈ ഒരു ആർക്കിടെക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ നമ്മളെ നാട്ടിൽ വന്നത്, അത് ഉത്തരേന്ത്യയിൽ ഈ കൺസ്ട്രക്ഷനാണ്. ഇതാണ് ഇവരെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഗതി കണ്ടാൽ അതിൻ്റെ അർത്ഥം ഉസ്ബെക്കിസ്ഥാനാണ്. പിന്നെ അവിടെ ഫ്ലാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് പുതിയ നിർമ്മിതിയാന്ന് തോന്നുന്നു, മാജിക് അക്വേറിയം. അപ്പോൾ ഇവിടുത്തെ അക്വേറിയം ഉള്ളത് ഇതിലാണ്. ഇത് സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വെച്ച കണ്ടില്ല അവർ. ഇതിൻ്റെ ആർക്കിടെക്ചറിൽ ശരിക്കും ഇത് ടൈലാണെന്നാണ് തോന്നുന്നത്. തൊട്ട് നോക്കട്ടെ, പെയിൻറ്റിങ് ആണോ? ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് പോളിഷ്ഡ് ആണ്. ഇതൊന്നും പോളിഷ്ഡ് അല്ല. ഇത് ചെറിയ പണിയല്ല കേട്ടോ, പീസുകൾ ഫില്ല് ചെയ്യുന്നതാണ്. ഇവർക്ക് ചിലപ്പം കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതല്ല. ഇതൊക്കെ ടൈലുകളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതൊന്നും ടൈലല്ല. ടൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൈൽ തന്നെ ആയിരിക്കും, പക്ഷെ പോളിഷ്ഡ് അല്ലാത്ത. ഓക്കെ, കുറേ പോളിഷ്ഡും കുറേ പോളിഷ് അല്ലാത്തതും. പിന്നെ ഈ കളർ കോഡാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഭയങ്കര കളർ കോഡാണിത്. ഇതിൻ്റെ മുകളിൽ അറബിക്കിലൊക്കെ എഴുതിയിട്ട്. പക്ഷെ ഞാൻ നേരത്തെ കണ്ട പള്ളികൾക്കൊന്നും ഇപ്പം ഇത് കാണുന്നില്ല കേട്ടോ. ഇത് ശരിക്കും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു സംഗതിയാണ്, തിമൂറിൻ്റെ സംഗതികൾ. ഇവിടുത്തെ എല്ലാ പഴയ സംഗതികൾക്കും ബിൽഡിങ്ങുകൾക്കും പഴയ ഇതിനൊക്കെ ഒരു മിനാരം പോലെയൊക്കെ. ഇത് ശരിക്കും ഇവരെ പള്ളീനെ നമുക്ക് തോന്നും, പക്ഷേ ശരിക്കും ഇത് പള്ളീൻ്റെ സ്ട്രക്ചറിങ് അല്ലത്. ഇത് ശരിക്കും ഇവരെ ഒരു ആ സാമ്രാജ്യത്തിൻ്റെ ഒരു ബേസിക് അടയാളം പോലെയാണിത്. ഇതിപ്പോൾ നമ്മൾ മാജിക് ഇതിനും സ്റ്റേജിനൊക്കെ അവർ ബേസായിട്ട് കൊടുത്തതാണല്ലോ. ഉസ്ബെക്കിസ്ഥാനിൽ എന്ത് കൾച്ചറലായിട്ട് ട്രഡീഷണലായിട്ട് എന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് അത്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പം അതാണ്, ഇത് പുതിയത് ഉണ്ടാക്കിയതാണ്, ഇത് പഴയതൊന്നുമല്ല. ഇവർ മാജിക് അക്വേറിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റേജും ഈ ഏരിയ ഒക്കെ പുതിയതാണ്. പക്ഷെ പുതിയ കൺസ്ട്രക്ഷനിലും ഇവരിത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇവർ തറവാടികളാണ്. ഇവരെ സ്ട്രക്ചറൽ, ഇവരെ മൊത്തം ആശയങ്ങൾ, ഇവരെ എന്താ പറയുക, ഇവരെ കൾച്ചർ അതങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ള, ആഗ്രയിലൊക്കെ ഉള്ള ഇവരെ കോട്ടകളും ഇവരെ മസ്ജിദിൻ്റെതും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു വിഭാഗമാണ്. അതിൻ്റെ ഒരു സെയിം ഡീറ്റോ ആണ്, ഇവിടുന്ന് വന്നതാണ് അത് എന്നുള്ളത്. പഴയവരെ കൺസ്ട്രക്ഷൻ്റെ രീതികൾ ചിത്രമായിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അക്വേറിയത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ, മാജിക് അക്വേറിയത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആഗ്രയിലും ഫോർട്ടിലും ഒക്കെ അവിടെയൊക്കെ കാണുന്ന അവരെ നിർമ്മിതികളും അവിടുത്തെ ഗാർഡനിങ് സിസ്റ്റവും ഒക്കെ, താജ്മഹൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവിടെ വന്നിട്ട് ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ അത്തരം നിർമ്മിതികളായിരുന്നു ഉണ്ടായി. അപ്പോൾ ഇത് ഇവിടെ സ്റ്റേജും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ ഈവനിങ്ങിൽ വന്നെങ്കിൽ തന്നെ ഇവിടെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും ഇവിടെ മാജിക് വേൾഡിലേക്ക് വരുമ്പോൾ, മാജിക് സെൻറ്ററിലേക്ക് വരുമ്പം, ഇവിടെ എത്തുമ്പം നിങ്ങൾ വൈകുന്നേരം സെലക്ട് ചെയ്യുക. ഇവിടുത്തെ വേറൊരു വ്യത്യാസം ഞാൻ കണ്ടത്, ഇവിടെ ക്യാപ്സിയൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പാണ് കേട്ടോ പറഞ്ഞത്. ഈ ക്യാപ്സിനെ കോപ്പി ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ ഇന്നലെ കാണിച്ച ആ ഫുഡിൻ്റെ ആളൊക്കെ ഓരോരോ ഫുഡിൻ്റെയും ഹോട്ടൽസിൻ്റെ ഒക്കെ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത്. പിന്നെ ഇവിടുത്തെ വേറൊരു ഇത് മനസ്സിലാക്കിയ എന്താ പറയുക, ഇവർ കൾച്ചറലി ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഇവർ ക്വാളിഫൈഡ് ഭയങ്കര കുറവാണ്. ഇവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇവരെ ആ കാലഘട്ടത്തിൽ ആരും പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇവിടുത്തെ ഒരു വിധം, പ്രത്യേകിച്ച് ആണുങ്ങൾ തീരെ ക്വാളിഫൈഡ് അല്ല. ഇവർക്ക് സ്കൂളിൽ പഠിച്ചതും അല്ലെങ്കിൽ ആ പഠിപ്പിച്ചത് അതോ അത് പഠിക്കാതിരുന്നതോ ഒന്നും ഇവരെ വിഷയമല്ല. അതൊന്നും ഇവരെ കൾച്ചറിനെ ബാധിക്കുന്നില്ല, ഇവരെ ജീവിത രീതിയെ ബാധിക്കുന്നില്ല. അപ്പം വളരെ കുറവ് വിദ്യാഭ്യാസമാണ് ഇവർക്ക്. ഇപ്പോഴും ഇവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രൊമോഷൻ ഇല്ല എന്നാണ് മനസ്സിലാക്കുക. കൂടെ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഞാൻ അതിൻ്റേത് ഒന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പോയി കാണാൻ പറ്റുക നമുക്ക് കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ നമ്മുടെ ഈ എപ്പിസോഡ്സിൽ നൽകുന്നതാണ്. അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. എൻ്റെ കോണ്ടാക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഒരു എപ്പിസോഡ് നമ്മൾ അവിടുത്തതും എടുക്കുന്നതായിരിക്കും. ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ സിമ്പിളായിട്ട് വന്ന് ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു രാജ്യം തന്നെയാണ്. കാരണം ഒന്ന് നമ്മൾ പല രീതിയിലുള്ള കൾച്ചറുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. പിന്നെ ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളെ കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിനൊന്ന് കൊടുക്കുന്ന പ്രാമുഖ്യം. അപ്പോൾ അത് പണ്ടത്തെ ആദ്യ കാലങ്ങളിലുള്ള നമ്മളെ ഭരണകർത്താക്കളിലുള്ള ഉത്സാഹം കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ഒരു ഭരണകർത്താവ് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അടുത്ത തലമുറ നമുക്ക് അതിനെ വാർത്തെടുക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ പട്ടിണി കിടന്നിട്ടും മക്കളെ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരാണ്ടാകുന്ന കാരണം അത് നമുക്ക് ഒരു ബോധ്യം, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നുള്ള ഒരു ബോധ്യം നമ്മളിലേക്ക് ഉണർത്തി തന്നതാണ്. അതിന് നമ്മളെ പഴയ ഭരണാധികാരികൾക്ക് ബിഗ് സല്യൂട്ട്. മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇവരൊക്കെ വിദ്യാഭ്യാസത്തിന് അന്നും ഇന്നും എന്നും ഇവർക്ക് പ്രാമുഖ്യം കൊടുക്കാവുന്നുള്ളൂ. കാരണം നമ്മളെ നാട്ടിലെ പോലെ ഇവർ പഴയ കാലങ്ങളിൽ പട്ടിണി കിടന്ന ചരിത്രങ്ങളൊന്നും ഇവർക്കില്ല. ഇവർക്കൊക്കെ അന്നും സുഭിക്ഷമായിട്ട് ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും നേടിയ ആൾക്കാരാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാമുഖ്യം ഇവരെ മനസ്സിലാക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആൾക്കാരുണ്ടായില്ല. ആ കാരണം കൊണ്ട് തന്നെയാണ് വേൾഡിലിപ്പം ഉസ്ബെക്കിസ്ഥാൻ എന്ന് നമ്മൾ അറിയപ്പെട്ട ആൾക്കാർ ഒരു സ്ഥാനത്ത് പോയിട്ട് ഇരിക്കാത്തത്. കാരണം വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വേൾഡ് എക്സ്പീരിയൻസും ഇല്ല. ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ അന്യരാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഓരോരോ പൊസിഷനിലേക്കും വളർച്ചയൊക്കെ എത്തുന്നതിൻ്റെ മെയിൻ കാരണം വിദ്യാഭ്യാസമാണ്. ക്വാളിഫിക്കേഷനിൽ നിന്നാണ് അവർ അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോരോ സ്ഥാനങ്ങളിലേക്കും ഒക്കെ എത്തുന്നത്.